അജിത് പവാറിന്റെ മരണത്തിന് പിന്നാലെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. അജിത് പവാർ മരിച്ച ആഴ്ച 1 തികയുന്നതിന് മുൻപ് തന്നെ സ്ഥാനാരോഹണത്തിനെതിരെ കോൺഗ്രസും ശിവസേന ഉഭയപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ്. വിമാന അപകടം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നും അതിന് പിന്നിൽ ഗൂഢാലോചന നടന്നു എന്നുമാണ് ഇവരുടെ ആരോപണം. ഇതിന്റെ തെളിവുകൾ അടക്കം പുറത്തുവിടുമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ മറാത്ത രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ്. ഇക്കഴിഞ്ഞ ബുധനാഴ്ച മഹാരാഷ്ട്രയിലെ ബാരാമതിക്ക് സമീപമുണ്ടായ വിമാന അപകടത്തിലാണ് പവാറിന് ദാരുണാന്ത്യം സംഭവിച്ചത്. പിന്നാലെ 48 മണിക്കൂറിന് ശേഷം ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. അപകടത്തിന്റെ സാഹചര്യങ്ങൾ ചോദ്യം ചെയ്തതും ഗൂഢാലോചന ആരോപിച്ചതുമാണ് പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രണ്ട് പ്രധാന NCP വിഭാഗങ്ങൾ തമ്മിലുള്ള ഏകീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. ഇതാണ് അട്ടിമറി സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടാനുള്ള പ്രധാന കാരണവും. ശിവസേന ഉഭയപക്ഷം രാജ്യസഭ MP സഞ്ജയ് റാവുത്താണ് ആദ്യം രംഗത്ത് വന്നത്. പവാറിന്റെ മരണത്തിന് പിന്നിലെ സാഹചര്യങ്ങളും ചോദ്യം ചെയ്തും അന്വേഷണം ആവശ്യപ്പെട്ടും സഞ്ജയ് റാവത്ത് രംഗത്ത് വന്നതോടെ വിഷയം കൂടുതൽ സങ്കീർണമായി എന്ന് പറയാം. അജിത് പവാറിനുണ്ടായ അപകടത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും ഈ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു എന്നതും MP പറയുകയാണ്. ഇതിൽ എന്തോ ചതിയുണ്ട്, തിരശ്ശീലയ്ക്ക് പിന്നിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നുമാണ് റാവത്ത് പറയുന്നത്. പവാർ പഴയ സഖ്യത്തിലേക്ക് മടങ്ങുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ പവാറിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളുമായി BJP വീണ്ടും രംഗത്തെത്തിയതോടെ അജിത് പവാർ കടുത്ത പ്രതിസന്ധിയിലേക്ക് എത്തി. പിന്നീട് ദുരൂഹമായ അപകടം സംഭവിച്ച എന്നേക്കുമായി അജിത് പവാർ ഓർമ്മയുമായി. ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംശയിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നുമാണ് ശിവസേന നേതാക്കൾ പറയുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് BJP നേതാക്കളെ കുറിച്ചുള്ള ചില ഫയലുകൾ ഉണ്ടെന്ന് അജിത് പവാർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനർത്ഥം ഇന്ത്യയെ വിടാൻ അജിത് പവാർ തീരുമാനിച്ചിരുന്നു എന്നതാണ്. അജിത് പവാർ ആ ബോംബ് പൊട്ടിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ NDA സർക്കാർ താഴെ തന്നെ വീഴുമായിരുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇതിന് പിന്നാലെയുള്ള മരണത്തിൽ ദുരൂഹത നിഴലടിക്കുകയാണ്. വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച ഉന്നതതല അന്വേഷണം ആവശ്യപ്പെടുമെന്നും കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. പവാറിന്റെ മരണത്തെ തുടർന്ന് NCP രാഷ്ട്രീയ പിന്തുടർച്ചയെക്കുറിച്ച് ത്വരിതഗതിയിലുള്ള ചർച്ചകൾ നടന്നതിനെ കോൺഗ്രസ് നേതാവ് വിജയ് വടേട്ടിവാറും ചോദ്യം ചെയ്തിട്ടുണ്ട്. അജിത് ദാദിയുടെ അപ്രതീക്ഷിത മരണം ഒരു ഗൂഢാലോചനയാകാം. ഇതൊരു പദ്ധതിയാണ്, ഇത് അന്വേഷിക്കണം. രണ്ട് NCP വിഭാഗങ്ങൾ ഒരുമിക്കുന്നത് തടയുവാൻ എവിടെയോ ഒരു ഗൂഢാലോചന നടന്നു. അതുകൊണ്ടാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇത്രയും ധൃതിയിൽ നികത്തിയത് എന്നും വിജയ് വടേട്ടിവാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ഈ ആരോപണങ്ങൾ പതിവ് നിസ്സംഗതയോടെ BJP തള്ളുകയാണ്. ആരോപണങ്ങളെല്ലാം തെറ്റാണ്, മരിച്ച ആത്മാവിനെ കുറിച്ച് ഇത്രയും നിസ്സാരമായ രാഷ്ട്രീയം കളിക്കുന്നത് ലജ്ജാകരമാണെന്നും അതൊരു അപകടമായിരുന്നുവെന്നും BJP ആണയിടുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് പറയേണ്ടി വരും. കോൺഗ്രസുകാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെളിവുകൾ നിരത്തി അജിത് പവാറിന്റെ മരണം വെറും അപകടം മാത്രമല്ല എന്ന് തെളിയിക്കുമ്പോൾ സത്യത്തിൽ മോദിയുടെയും കൂട്ടരുടെയും ചങ്ക് ഇടിക്കുകയാണെന്നും പറയേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അജിത് പവാർ അസ്വസ്ഥനായിരുന്നുവെന്നും മഹായുദ്ധ വിട്ട മഹാവികാസ് അഘാഡിയിലേക്ക് മടങ്ങുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നതടക്കമുള്ള സൂചനയും പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ബാരാമതിയിൽ അജിത് പവാർ ഒരു പിടി ചാരമായി മാറിയത്. അജിത് പവാർ തന്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നുവെന്ന് ശരത് പവാറുമായി ഒത്തുതീർപ്പിലെത്തുകയാണെന്നും അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ദുരന്തം സംഭവിച്ചത്. അജിത് പവാറിന്റെ മടങ്ങിവരവ് NCPക്ക് പഴയ പ്രതാപം നൽകുമെന്ന് കരുതിയിരുന്ന അണികൾക്ക് ഈ വിയോഗം കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അജിത് പവാറിന്റെ വിയോഗം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഭരണസഖ്യമായ മഹായുതിയിൽ ഒരേ സമയം വലിയ ശൂന്യതയും നിരവധി ചോദ്യങ്ങളും ബാക്കിവെക്കുന്നു. 41 MLA-മാരും ഒരു ലോക്സഭാ MP-യുമുള്ള അജിത് പവാർ വിഭാഗം സർക്കാരിന്റെ നിലനിൽപ്പിൽ നിർണായക ഘടകമാണ്. 6 തവണ ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ പൃഥ്വിരാജ് ചവാൻ, ഉദ്ധവ് താക്കറെ, ഏക്നാഥ് ഷിൻഡെ, ദേവേന്ദ്ര ഫട്നാവിസ് എന്നിവരുടെ മന്ത്രിസഭകളിൽ പ്രവർത്തിച്ച അപൂർവ റെക്കോർഡിന് ഉടമയുമാണ്.